ചൈനയെ നമുക്ക് ഒരിക്കലും മറക്കാനും സാധിക്കില്ല. മറക്കുന്ന രീതിയിൽ അവരൊന്നും ചെയ്യുകയുമില്ല. കഴിഞ്ഞ 5 വർഷത്തെ ഡേറ്റ, കൊറോണ ഡേറ്റ എടുത്ത് നോക്കിയാൽ പ്രധാനമായും കൊറോണ വൈറസ് എവിടെ നിന്നാണ് വന്നത്, അതിന്റെ ഡേറ്റ ഞങ്ങളുടെ പക്കൽ തരണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചോദിച്ചു. എന്നാൽ ചൈന ഇന്ന് വരെയും ആ ഒരു ഇൻഫർമേഷൻ നൽകിയിട്ടേയില്ല. ഇന്ന് പെട്ടെന്ന് ചൈനയിൽ നിന്നും മറ്റൊരു എമർജൻസി ശബ്ദം ഉയരാൻ തുടങ്ങി. എല്ലാവർക്കും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ്. പ്രധാനമായും 14 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും ഇങ്ങനെ എല്ലാവരും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ്. പുതിയ തരം ഏതോ വൈറസ് പടരുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെറിയൊരു സന്ദേശം പോകുന്നു. അവിടെയുള്ള ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലാണ് എന്ന വിവരം, ഒരുപാട് പേർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു എന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ വൈറസ് എന്താണ്? വീണ്ടും കൊറോണയോ അല്ലെങ്കിൽ അതിനും അപ്പുറമുള്ള മറ്റേതെങ്കിലും വൈറസോ? ഏകദേശം 60 വർഷമായി ഈ വൈറസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അതിന്റെ സത്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ പല കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ വൈറസിനെ കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നുണ്ട്. ചൈനയിൽ സംസാരിച്ചതുപോലെ തന്നെ ജപ്പാനിലും ധാരാളം പേർ ആശുപത്രിയിലായി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ചൈനയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വൈറസ് ഏതാണെന്ന് നോക്കിയാൽ HMPV, ഹ്യൂമൻ മെറ്റാനിയമോ വൈറസ് എന്ന് പറയും. ഈ ഹ്യൂമൻ അറ്റോമിയോ വൈറസ് എന്ന് പറയുന്ന HMPV ഇത് ഒരു തരം ശ്വസന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വൈറസ് ആണ്. ഒരു ടച്ച് ശാസ്ത്രജ്ഞൻ ഇത് കണ്ടെത്തി. 2001 ഇങ്ങനെ ഒരു പുതുതായി വൈറസ് ഉണ്ടെന്ന് അറിയപ്പെട്ടാലും അതിനുശേഷം നടത്തിയ വളരെ ഗൗരവമായ പരിശോധനകളിൽ ഏകദേശം 60 വർഷമായി HMPV വൈറസ് നമ്മുടെ കൂടെ തന്നെ ജീവിക്കുകയാണ്. എന്നാൽ 2001 കണ്ടുപിടിച്ചത്. വീണ്ടും കുറച്ച് ആളുകളിലേക്ക് അത് വന്നു പോകും. പക്ഷെ ഇപ്പോൾ ചൈനയിൽ അത് ധാരാളം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നു. ഈ ഒരു വീഡിയോ കണ്ട് അവസാനിപ്പിക്കുമ്പോൾ HMPV വൈറസ് എന്താണ്, അത് എങ്ങനെ മനുഷ്യരെ ബാധിക്കുന്നു, അതിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ നമ്മെ സ്നേഹിക്കുന്നവരെ, നമ്മുടെ ബന്ധുക്കൾ, ഇവരെല്ലാം എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് നിങ്ങളെ കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ വാട്ട് ഈസ് HMPV? എല്ലാവരുടെ മനസ്സിലുമുള്ള ചോദ്യം ഇതായിരിക്കും. വീണ്ടും ലോക്ക്ഡൌൺ വരുമോ, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ കൊറോണ വൈറസിൽ നമ്മൾ ബാധിക്കപ്പെട്ടതുപോലെ സമാനമായ സംഭവങ്ങൾ വരുമോ എന്നുള്ള ഒരു ഭയമുണ്ടെങ്കിൽ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. കാരണം ലോകാരോഗ്യ സംഘടനയും ചൈനയും ഇതൊരു അടിയന്തര സാഹചര്യമായി അറിയിച്ചിട്ടേയില്ല. അതിനു മുൻപ് നമ്മളെ കൊണ്ട് ഇതിനെ തടയാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോ ഭയമാണ് നമ്മുടെ ഈ രോഗത്തിന്റെ തന്നെ ആദ്യ സുഹൃത്ത്. നമ്മൾ ഭയപ്പെടുന്തോറും രോഗം നമ്മുടെ ശരീരത്തെ ആക്രമിക്കാൻ തുടങ്ങും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ധൈര്യമായിരിക്കുക എന്നതാണ്. അതിന് ഈ HMPV വൈറസിനെ കുറിച്ച് നമ്മൾ നന്നായി തന്നെ അറിഞ്ഞിരിക്കണം. HMPV വൈറസ് എന്നത് ന്യൂമോവരിഡി കുടുംബത്തിൽ ചേർന്നതാണ്. പ്രധാനമായും മെറ്റാനിയമോ വൈറസ് ജനസിസിലുള്ള ഒരു RNA വൈറസ് ആണിത്. ഇതിനെ ഒരു റെസ്പിറേറ്ററി വൈറസ് എന്ന് പറയാം. ഇതുമായി മാച്ചായി പോകുന്ന ഒരു വൈറസ് ആണ് HMPV. അങ്ങനെയാണെങ്കിൽ ഇതൊരു സാധാരണ വൈറസ് ആണ്. ഇത് പല വർഷങ്ങളായി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ 2001 കണ്ടുപിടിച്ചതെങ്കിലും ഇതിനായിട്ടുള്ള പ്രതിവിധി നമ്മുടെ പക്കൽ ഉണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല. യാതൊരു വാക്സിനും ഇല്ല. ശരിയായ സമയത്ത് മരുന്ന് കണ്ടുപിടിക്കാനുള്ള റിസർച്ചിൽ ശാസ്ത്രജ്ഞന്മാർ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോ ഈ HMPV വൈറസ് എന്നത് ഏത് തരത്തിലുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് കാണിക്കുക? ഇപ്പോഴുള്ള ഈ ഒരു വൈറസ് ശരിയായി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ പോകുമോ എന്ന് ചോദിച്ചാൽ ജീവൻ പോകാനുള്ള ആപത്തുണ്ടെന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. സാധാരണ ഈ HMPV വൈറസ് എന്നത് 14 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ബാധിക്കും. മുതിർന്നവരെ 55 മുതൽ 60 വയസ്സിന് മുകളിലുള്ള പ്രായമായവരെയും ഇത് ബാധിക്കും. ആർക്കൊക്കെയാണ് രോഗപ്രതിരോധ ശേഷി കൃത്യമായി ഇല്ലാത്തത്, ദുർബലമായ ശരീരമുള്ളത്, പെട്ടെന്ന് പനി വരും, ജലദോഷം വരും, അസുഖം വരും, ഇങ്ങനെയൊക്കെ പറയുന്നവർ ആരൊക്കെയാണോ അവർ കൂടുതലായും ശ്രദ്ധിക്കണം എന്ന വിവരവും ചൈന നൽകിയിട്ടുണ്ട്. അപ്പോ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യവും ഈ ഒരു വ്യാപനവും വെച്ച് നോക്കുമ്പോൾ നോർത്തേൺ ചൈന ഭാഗത്താണ് HMPV വൈറസ് കൂടുതലായും പടർന്നിരിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾ എപ്പിഡമിക് ലൈക്ക് സിറ്റുവേഷനിലാണ് ഇപ്പോഴുള്ളത് എന്ന വാർത്തയും പല മാധ്യമങ്ങളിൽ കാണാൻ കഴിയും. എപ്പിഡമിക്, പകർച്ചവ്യാധി,
ഇതൊക്കെ നമ്മൾ കേട്ട വാർത്തയല്ലേ. കൊറോണ വൈറസ് ഒരു എൻഡമിക്കായി മാറി. അപ്പോ ഇതുപോലെ ഒരു എപ്പിഡമിക് വൈറസ് സാഹചര്യമാണ് ഉള്ളതെന്ന് പറയുമ്പോൾ ഈ കൊറോണ വന്ന അന്ന് മുതലേ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭയമുണ്ട്. വീണ്ടും ഇതുപോലൊരു വൈറസ് അറ്റാക്ക് വരികയാണെങ്കിൽ അത് മനുഷ്യരാശിക്ക് താങ്ങാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിനായിട്ടുള്ള അടുത്ത ഉത്തരമായി HMPV എന്ന വൈറസ് നമ്മുടെ മുൻപിലേക്ക് വന്നു നിൽക്കുകയാണ്. അപ്പോ ശ്വാസകോശത്തിന് പ്രശ്നമുണ്ടാക്കുന്ന ഒരു വൈറസാണ് ഇതെന്ന് നമ്മൾ അറിഞ്ഞു. നമുക്കൊരു പനിയോ ജലദോഷമോ വന്നാൽ പോലും അവിടെയും നമ്മൾ ശ്വസിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ജപ്പാനിൽ ഇപ്പോ ഇൻഫ്ലുവൻസ ഔട്ട്ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 7,18,000 കേസുകൾ ഈ ഇൻഫ്ലുവൻസ ഔട്ട്ബ്രേക്കിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജപ്പാനിലെ ആരോഗ്യ ഇൻഡസ്ട്രി. പക്ഷേ ഇതിൽ HMP വൈറസ് ഉണ്ടോ എന്ന് ജപ്പാൻ കണ്ടെത്തിയിട്ടില്ല. അപ്പോ ഈ ഇൻഫ്ലുവൻസ ഔട്ട്ബ്രേക്ക് ആയാലും ഫ്ലൂ ആയാലും നിമോണിയ ആയാലും മഞ്ഞുകാലം എന്ന് പറയുമ്പോൾ ഇവയെല്ലാം കൂടുതലായും വരുന്ന സമയമാണ്. ഇതിൽ ചില വൈറസിന്റെ പേരാണ് നമ്മൾ പറഞ്ഞതുപോലെ HMPV പോലുള്ള വൈറസ്. ഇതിന്റെ സിംറ്റംസ് എന്താണെന്ന് നോക്കിയാൽ ചുമയ്ക്കുക, മൂക്കൊലിച്ചിൽ, ക്ഷീണം, ശ്വസിക്കാനുണ്ടാകുന്ന പ്രശ്നം, ഇവയെല്ലാം ഇതിന്റെ സിംറ്റംസ് എന്നും പറയുന്നു. സാധാരണ ഒരു പനിയോ ജലദോഷമോ വന്നാൽ പോലും ഇത് തന്നെയല്ലേ ലക്ഷണങ്ങൾ. കൊറോണ വൈറസിനും ഇത് തന്നെയായിരുന്നു സിംറ്റംസ്. അവസാന ഘട്ടത്തിലാണ് ശ്വസിക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയും എന്നുള്ളതെല്ലാം പറഞ്ഞിരുന്നു. അതുപോലെ ശ്വസന പ്രശ്നമുണ്ടാക്കുന്ന ഒരു വൈറസാണ് HMPV. ഇതിനെ തടയാനായി ചൈനക്കാർ ചെയ്തത് ഏതെങ്കിലും ഒരു മരുന്ന് വാങ്ങി കഴിച്ചാൽ അത് മാറുമല്ലോ എന്ന് ചിന്തിച്ച് അവിടെയുള്ള ജനങ്ങൾ ആവശ്യമില്ലാത്ത മരുന്നുകൾ വാങ്ങി കഴിക്കുന്നു എന്ന വിവരവും ചൈനയ്ക്ക് ലഭിച്ചു. ഉടൻ തന്നെ ചൈന ഗവൺമെന്റ് പറഞ്ഞത്, നിങ്ങൾ അനാവശ്യമായ മരുന്നുകൾ കഴിക്കാൻ പാടില്ല. കാരണം ഈ ആന്റി വൈറൽ ഡ്രഗ്സ് എന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരല്പം ആശ്വാസം നൽകിയാലും കാലപ്പോക്കിൽ അത് പല പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാക്കും. അതിനാൽ ആന്റി വൈറൽ ഡ്രഗ്സ് ആവശ്യമില്ലാതെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് നൽകി. അങ്ങനെയാണെങ്കിൽ ഇതിനെ തടയാൻ എന്ത് വഴിയാണ് ഉള്ളത്? ആരോഗ്യമായിരിക്കണം, കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, നന്നായി ഉറങ്ങുക, അവസാനമായുള്ളത് നമ്മൾ നന്നേ വൃത്തിയായിരിക്കുക, കൈ കഴുകുക, മാസ്ക് ധരിക്കുക. കൊറോണയ്ക്ക് നമ്മൾ എന്തെല്ലാമാണോ ചെയ്തത് അതെല്ലാം തന്നെ വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിവെൻഷൻ മെത്തേഡ്സ്. അങ്ങനെയാണെങ്കിൽ HMPV പുതിയൊരു വൈറസേ അല്ല, എന്നാൽ വളരെ സിവിയറായി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് എല്ലാവർക്കിടയിലും ഒരു ഭയം അത് സൃഷ്ടിച്ചിട്ടുണ്ട്. കൊറോണ വൈറസ് പോലെ ഇത് പടരും എന്നുള്ള ഒരു ഭയം, അല്ലെങ്കിൽ തീർച്ചയായും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു കോലാഹലം സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് ജനങ്ങൾ ഒരു പാനിക് മോഡിലേക്ക് മാറിയത്. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാം. കൊറോണ വൈറസിൽ നിന്നും രക്ഷപ്പെടാനായി നമ്മൾ നന്നായി ആഹാരം കഴിച്ചു. നമ്മുടെ വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങൾ അതെല്ലാം നമ്മൾ കൃത്യമായി ചെയ്തു. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കി. ഉദാഹരണത്തിന് രാത്രി സമയങ്ങളിൽ തണുത്ത ആഹാരങ്ങൾ കഴിക്കുക. അതുവഴി ചുമ, ജലദോഷം വരിക, അത് വൈറസായി മാറുക. ഇങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യാതെ നല്ല ഭക്ഷണം, ഹെൽത്തിയായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം മാത്രം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാക്കി കൊടുക്കുക. എന്തു തന്നെയായാലും വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. 2020-21 കൊറോണ വൈറസിനെ തന്നെ നമ്മൾ കണ്ടു. ഇതൊരു HMPV അല്ലേ? ഇതിനെ നമുക്ക് തീർച്ചയായും ഫേസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വൈറസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.